ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ സിര എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹോർമുസ് കടലിടുക്ക് പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ഒരു ഇടുങ്ങിയ ജലപാതയാണ്. വടക്ക് ഭാഗത്ത് ഇറാനും തെക്ക് ഭാഗത്ത് ഒമാനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും സ്ഥിതി ചെയ്യുന്നു. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണയുടെ 1/5 കടന്നു പോകുന്നത് ഈ ചെറിയ പാതയിലൂടെയാണ്. സൗദി അറേബ്യ, ഇറാഖ്, UAE, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആഗോള വിപണിയിലെത്തുന്നത് ഇതിലൂടെയാണ്. അതിനാൽ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു തടസ്സം പോലും ലോകമെമ്പാടുമുള്ള ഇന്ധന വിലയും സാമ്പത്തിക വ്യവസ്ഥയും തകിടം മറിക്കാൻ പ്രാപ്തമാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സൈനിക നീക്കങ്ങൾക്കും വ്യോമാക്രമണങ്ങൾക്കും മറുപടിയായാണ് ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തിയത്. മാർച്ച് ആദ്യവാരം മുതൽ ഈ പാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ ആഗോള ഊർജ്ജ വിപണിയിൽ വലിയൊരു അനിശ്ചിതത്വം ഉടലെടുത്തു. എണ്ണ വിതരണ ശൃംഖല തകർന്നത് യൂറോപ്പിലും ഏഷ്യയിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി. ഈ സാഹചര്യത്തിലാണ് ബീജിംഗിൽ വെച്ച് ലോകത്തെ 2 കരുത്തുറ്റ ശക്തികളായ അമേരിക്കയുടെയും ചൈനയുടെയും തലവന്മാർ കൂടിക്കാഴ്ച നടത്തിയത്. ബീജിംഗിൽ നടന്ന 2 ദിവസത്തെ ഉച്ചകോടി കേവല വ്യാപാര ചർച്ചകളിൽ ഒതുങ്ങുന്നതല്ലായിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനും ഹോർമുസ് കടലിടുക്ക് പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ക്രിയാത്മകമായ ചർച്ചകൾ അവിടെ നടന്നു. ചർച്ചകൾക്ക് ശേഷം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വെളിപ്പെടുത്തിയത് ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിന് ഷീ ജിൻപിങ് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുവെന്നാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ ജലപാതയുടെ സുരക്ഷ അത്യന്താപേക്ഷിതമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ചൈനയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പശ്ചിമേഷ്യൻ എണ്ണയ്ക്ക് വലിയ പങ്കുമുണ്ട്. അമേരിക്കയേക്കാൾ കൂടുതൽ എണ്ണയ്ക്കായി പശ്ചിമേഷ്യ ആശ്രയിക്കുന്ന ചൈനയ്ക്ക് ഈ പാത അടഞ്ഞുകിടക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നു. ഈ കൂടിക്കാഴ്ചയിലെ ഏറ്റവും ശ്രദ്ധേയമായ വെളിപ്പെടുത്തൽ ഇറാന് സൈനിക സാമഗ്രികൾ നൽകില്ലെന്ന് ചൈന ഉറപ്പ് നൽകി എന്നതാണ്. ഷീ ജിൻപിങ് ഇക്കാര്യത്തിൽ ശക്തമായ ഭാഷയിലാണ് തനിക്ക് ഉറപ്പ് നൽകിയതെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഇറാനുമായി കാലങ്ങളായി അടുത്ത ബന്ധം പുലർത്തുന്ന ചൈന സൈനിക സഹായം നിർത്തലാക്കുന്നത് ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളെ ബാധിച്ചേക്കാം. ഇറാന്റെ മേൽ സ്വാധീനം ചെലുത്താൻ ചൈനയ്ക്ക് സാധിക്കുമെന്നും ഇറാനെ ഒരു ധാരണയിൽ എത്തിക്കാൻ ഷീ ജിൻപിങ് മുൻകൈ എടുക്കുമെന്നും ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചു. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് സംസാരിക്കവേ ഈ വിഷയത്തിലെ സാമ്പത്തിക വശങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് ചൈനയുടെ നിലനിൽപ്പിന്റെ കൂടി ആവശ്യമാണ്. ചൈനയുടെ വ്യവസായശാലകൾക്കും ഗതാഗത സംവിധാനങ്ങൾക്കും ആവശ്യമായ ഇന്ധനം തടസ്സമില്ലാതെ ലഭിക്കണമെങ്കിൽ ഹോർമുസ് സുരക്ഷിതമായിരിക്കണം. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള യാത്രയ്ക്ക് ടോൾ ഏർപ്പെടുത്താനുള്ള നീക്കങ്ങളോട് ചൈന കടുത്ത വിയോജിപ്പാണ് പ്രകടിപ്പിച്ചത്. കടലിടുക്കിനെ സൈനികവൽക്കരിക്കുന്നതിനും ഷീ ജിൻപിങ് എതിരാണ്. അമേരിക്ക ഇപ്പോൾ ആഭ്യന്തരമായി ഷെയിൽ ഓയിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ലോക വിപണിയിലെ വില നിയന്ത്രിക്കാനും സഖ്യകക്ഷികളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും ഹോർമുസ് തുറക്കുന്നത് തന്നെയായിരിക്കുമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു. ട്രംപ് ചർച്ചകളെക്കുറിച്ച് വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും ചൈനീസ് ഔദ്യോഗിക മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ മിതത്വം പാലിക്കുകയാണ്. ചൈനീസ് വാർത്താ ഏജൻസിയായ സിൻഹുവ ഹോർമുസ് കടലിടുക്കിനെ കുറിച്ച് പ്രത്യേകം പരാമർശിച്ചില്ല. പകരം പശ്ചിമേഷ്യയിലെ പൊതുവായ സാഹചര്യം ചർച്ച ചെയ്തുവെന്നും അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇരു നേതാക്കളും ആശയവിനിമയം നടത്തിയെന്നുമാണ് റിപ്പോർട്ട് ചെയ്തത്. ചൈനയുടെ നയതന്ത്ര ശൈലി എപ്പോഴും പരോക്ഷമായ ഇടപെടലുകൾക്ക് മുൻഗണന നൽകുന്നതാണ് എന്നതിലാവാം ഇത്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കപ്പെട്ടാൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആശ്വാസമാകും. വിതരണ ശൃംഖല പുനഃസ്ഥാപിക്കപ്പെടുന്നതോടെ ക്രൂഡ് ഓയിലിന്റെ വില കുറയാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ അനുഗ്രഹമായി മാറും. ചരക്ക് കപ്പലുകൾക്കെതിരെയുള്ള ആക്രമണ ഭീഷണി ഒഴിയുന്നത് ഇൻഷുറൻസ് നിരക്കുകൾ കുറയ്ക്കാനും സാധനങ്ങളുടെ വില നിയന്ത്രിക്കാനും സഹായിക്കും. ട്രംപും ഷിയും തമ്മിലുള്ള ഈ ധാരണ വിജയിക്കുകയാണെങ്കിൽ അത് ലോകത്തെ 2 വൻ ശക്തികൾ തമ്മിലുള്ള ശത്രുത കുറയുന്നതിനും ഒരു പുതിയ നയതന്ത്ര യുഗത്തിന്റെ തുടക്കത്തിനും വഴിതെളിച്ചേക്കാം. ഹോർമുസ് കടലിടുക്ക് വെറും ഒരു ജലപാതയല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ അടയാളമാണ്. ഇറാൻ ഏർപ്പെടുത്തിയ ഉപരോധം നീക്കാൻ ചൈനയുടെ സ്വാധീനം ട്രംപ് ഉപയോഗപ്പെടുത്തുന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾക്കും കാരണമാകും. ഇറാന് സൈനിക സഹായം നൽകില്ലെന്ന ചൈനയുടെ തീരുമാനം നടപ്പിലായാൽ അത് ഇറാനെ ചർച്ചകൾക്ക് പ്രേരിപ്പിച്ചേക്കാം. എങ്കിലും ചൈനയുടെ വാഗ്ദാനങ്ങൾ എത്രത്തോളം പ്രായോഗികമാകുമെന്ന് വരും മാസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഈ 2 വൻ ശക്തികളുടെ നീക്കങ്ങളിലേക്കാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നതും ഊർജ്ജപാതകൾ തുറക്കുന്നതും ആഗോള സുസ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്.